ആരാധനകളെ കൂട്ടത്തിൽ പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളൂല, സ്വീകരിച്ചു എന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു ആരാധനയാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരിക്കലും അത് തള്ളപ്പെടൂല. ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും ആ സ്വലാത്തുകളെ പുണ്യ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകഗുരുവായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, മലായിക്കത്തുകൾ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നാം പല വഅലുകളിലും പല നസീഹത്തുകളിലും കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ചൊല്ലിയ സ്വലാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്, ഉറപ്പ് തന്നെയാണ്. അല്ലാഹുവേ, ആ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ദുനിയാവിൽ എന്ത് ഖൈറായ നിയ്യത്തുകളുണ്ടോ നീ പൂവണിച്ചു തരണേ അല്ലാഹ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലായികത്തും റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും അറിയിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ് എന്നല്ല അവിടെ വിളിച്ചത്. അവിടുന്ന് വിളിച്ചതെന്താ? സത്യം വിശ്വസിക്കുന്ന മാന്യമഹാജനങ്ങളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീനായ മദീനയിലെ രാജകുമാരനായ സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ, നിങ്ങളും സലാം പറയണേ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. പഴയ വഅലുകളിലൊക്കെ കേൾക്കുന്നതാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ അല്ലാഹുവും മലായികത്തും സ്വലാത്തും സലാമും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അറിയിക്കണേ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതേറ്റുപിടിച്ചുകൊണ്ടാണ് നാം സ്വലാത്ത് മജ്ലിസുകൾ നടത്തുന്നത്. ആ ആയത്ത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഒഴിവ് സമയം കിട്ടുമ്പോഴും സമയം ഉണ്ടാക്കിക്കൊണ്ടും ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകളും സലാമുകളും അറിയിക്കുന്നത്. സ്വലാത്തും ഹബീബായ തങ്ങളെ മദ്ഹും അവിടുത്തെ മൗലിദും നമ്മുടെ രക്ഷയ്ക്കുള്ളതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഈ ദുനിയാവിലെ ഒരു പ്രശ്നവും അവനിക്ക് പ്രശ്നമില്ല, ഒരു പ്രയാസവും അവനിക്ക് പ്രയാസമല്ല. എല്ലാ സമയത്തും അവനെ രക്ഷിക്കാൻ, അവരെ സംരക്ഷിക്കാൻ അന റഹ്മത്തുൽ മഹ്ദാ വലാ ഫഖറ. ഹബീബായ തങ്ങൾ റഹ്മത്തിന്റെ ഉറവിടമാണ്. ഖുർആന് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ പടച്ചിട്ടില്ല. ആ റഹ്മത്തുണ്ടല്ലോ, ആ റഹ്മത്ത് നമ്മളെ രക്ഷിക്കാൻ വരുന്നതാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ നമുക്ക് സലാമത്താണ്. അതുകൊണ്ട് ചൊല്ലിക്കോ,
ഹബീബിന്റെ മൗലിദുകള്, ചൊല്ലിക്കോ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകള്. ഒരിക്കലും അത് തള്ളപ്പെടൂല, അത് സ്വീകരിക്കുന്നതാണ്. അത് സ്വലാത്ത് രോഗം മാറാനുള്ള മരുന്നാണ്, കടങ്ങൾ വീടാനുള്ള മാർഗമാണ്, മനസ്സിലെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള മാർഗമാണ്, എല്ലാറ്റിനും പരിഹാരമാണ്. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.